ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന 3 ഗ്രാഫുകൾ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പെർഫെക്റ്റ് കോമ്പിനേഷനിൽ വരുന്ന 3 ഗ്രാഫുകൾ അല്ലേ. പലതവണ പഠിച്ചിട്ടും കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഇന്നത്തോടെ ഈ വീഡിയോയോടുകൂടി സെറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ഗ്രാഫ് കൂടെ വരയ്ക്കാൻ വേണ്ടി നോക്കുക. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുകയാണ്. ഈ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്ത് ഇല്ലാത്തൊരു മാർക്കറ്റാണ് അല്ലേ. ഒരു എക്സാമ്പിൾ പോലും പറയാൻ നമുക്കില്ലാത്തൊരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ലോസ് അഥവാ അസാധാരണ ലാഭം, സാധാരണ ലാഭം, നഷ്ടം എന്നിവ നമ്മൾ കണ്ടെത്താറുള്ളത്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. തൽക്കാലം ഞാനതിന് SNP എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. സൂപ്പർ നോർമൽ പ്രോഫിറ്റിന് SNP എന്ന് എഴുതുന്നുള്ളൂ. കൂടുതൽ സമയം എഴുതി ഞാൻ കളയുന്നില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഈ പറഞ്ഞ X-ആക്സിസ് Y-ആക്സിലാണ് ഇത് ചെയ്യാറുള്ളത് പൊതുവേ. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന Y-ആക്സിൽ എപ്പോഴും നമ്മൾ എന്താ കാണിക്കുന്നത്, ക്വാണ്ടിറ്റിയാണ് നമ്മൾ കാണിക്കാറുള്ളത് എന്ന് പറയാറുണ്ട്. പക്ഷേ വൈയിലല്ല, എക്സിലാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ X-ആക്സിസ്, ഇതാണ് നമ്മുടെ Y-ആക്സിസ്. ഓക്കെ, ഇനി Y-ആക്സിലാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, കോസ്റ്റും അതേപോലെ നമ്മുടെ റവന്യൂ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് പ്രൈസും നമ്മൾ ഇതിനാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ജസ്റ്റ് നിങ്ങൾ നോക്കാം, ഞാനിവിടെ ആദ്യം വരക്കാൻ പോകുന്നത് നമ്മൾ ഈ പറയുന്ന പ്രൈസ് ലൈനാണ്. നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് കോമ്പിനേഷൻ നമ്മൾ പഠിച്ച കാര്യമാണ്. പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ആവറേജ് റവന്യൂവിനും അതുപോലെ മാർജിനൽ റവന്യൂവിനും തുല്യമായിരിക്കും അല്ലേ. അതേപോലെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ് ഡിമാൻഡിനും തുല്യമായിരിക്കും നമുക്കറിയാം. ഇനി ഇത് വെച്ച് നമുക്ക് അറിയുന്ന കാര്യമാണ് MC കർവ് വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ MC കർവ് MR കർവിനെ, ഈ പറഞ്ഞിരിക്കുന്ന MC കർവ് MR കർവിലേക്ക് കട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം വരെ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ള ഒന്നാമത്തെ കണ്ടീഷൻ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും, പ്രൈസ് എപ്പോഴും ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. പ്രൈസ് എപ്പോഴും ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഈ കോൺസെപ്റ്റാണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ചേക്കേണ്ടത്. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് റവന്യൂവിന് തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ആവറേജ് റവന്യൂ ഇവിടെ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ടും ടോട്ടൽ റവന്യൂ എന്തായിരിക്കും, ടോട്ടൽ കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ 3 സർക്കിൾ എടുത്ത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിനേക്കാൾ കൂടുതലാകുമ്പോഴേ എന്തുണ്ടാവുക, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ നോക്കിക്കോട്ടോ, നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആവറേജ് കോസ്റ്റിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ പ്രൈസ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന കർവ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് AC കർവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഈ പറഞ്ഞിരിക്കുന്ന E എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മൾ നേരെ Y-ആക്സിലല്ല X-ആക്സിലേക്ക് നേരെ ടച്ച് ചെയ്ത് വരക്കുമ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി അളവ് നമുക്ക് കിട്ടും. ആ സമയത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവിടെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആവറേജ് റവന്യൂ എന്ന് പറയുന്നതും ആവറേജ് കോസ്റ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയൊരു കാര്യം മനസ്സിലാവും, ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് കോസ്റ്റിനേക്കാൾ വലുതാണ്. കാരണം ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം മാത്രമേ വരുള്ളൂ. ഞാനിവിടെ ഡോട്ടഡ് ലൈൻ വരക്കുന്നുണ്ട്. ഈ ഡോട്ടഡ് ലൈനിൽ വരുന്ന ഭാഗം മാത്രമേ ആവറേജ് കോസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ആവറേജ് കോസ്റ്റ് ഇതാ ഈ ലെവലിൽ നിൽക്കും, ആവറേജ് റവന്യൂ ഇതാ ഇവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഗമാണല്ലോ, ഇതാണ് നമ്മുടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളാണ് സംഗതി. ആ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ആവറേജ് കോസ്റ്റിനേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഈ പറയുന്ന നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, നോർമൽ പ്രോഫിറ്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ, അഥവാ സാധാരണ ലാഭം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അറിയുന്ന കാര്യമുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എവിടെയാണ് സാധാരണ കിട്ടുക, അത് ഷോർട്ട് റണ്ണിലാണ് കിട്ടുക. ഷോർട്ട് റണ്ണിലാണ് കിട്ടാറുള്ളത്. എന്നാൽ നോർമൽ പ്രോഫിറ്റ് എവിടെ കിട്ടുക, അത് ലോങ് റണ്ണിലാണ് കിട്ടുക. എവിടെയാണ് കിട്ടുക, ലോങ് റണ്ണിലാണ് അത് കിട്ടുക. ഇനി അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രൈസ് ആവറേജ് കോസ്റ്റിന് തുല്യമായിട്ട് വരുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇനി നോക്കിക്കോളൂ, നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലൈൻ നമുക്ക് വരക്കാൻ അറിയില്ലേ, നമ്മളിവിടെ വരച്ചിട്ടുണ്ട് പ്രൈസ് ലൈൻ നേരത്തെ. അതുപോലെ നമ്മൾ ഇപ്പോഴും വരച്ചു നോക്കുന്നു, P= ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഈ പറഞ്ഞിരിക്കുന്ന കർവിനെ കട്ട് ചെയ്ത് പോകുന്ന നമ്മുടെ MC കർവ് ഞാനിവിടെ വരച്ചു വെക്കുന്നു. MC കർവ് വരച്ചു, പതിവ് പോലെ MC വരച്ചു. അത് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഞാൻ തൊട്ട് താഴത്തേക്ക് വരച്ചു. എന്താണ് ആ ഇക്വിലിബ്രിയം പോയിന്റ് പേര്,
ഇ എന്നാണ്, ക്വാണ്ടിറ്റിയുടെ പേര് ക്യൂ എന്നാണ്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ MC കർവിന് പറഞ്ഞു, അതേപോലെ AC കർവ് പ്രൈസിന് തുല്യമായിട്ടാണ് പോകുന്നത്. AC കർവ് പ്രൈസിന് തുല്യമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം പ്രൈസ് = AR ആണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞ് ആവറേജ് കോസ്റ്റിന് തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞ് ടോട്ടൽ കോസ്റ്റിനും തുല്യമായിരിക്കും. ഈ 3 സർക്കിളും നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി നോക്കിക്കോളും, അതിലൂടെ കടന്നു പോകുന്ന MC കർവാണ് ഞാൻ വരക്കുന്നത്. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ MC കർവ് വരച്ചു ആൻഡ് AC കർവ് കേട്ടോ. AC കർവ് ഞാനിവിടെ വരച്ചു വെച്ചു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കിയാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, AC കർവും അതുപോലെ AR കർവും എന്നാണ് തുല്യമായിട്ട് ഒരൊറ്റ പോയിൻ്റേ വരുന്നുള്ളൂ. ആ പോയിൻ്റാണ് ഞാനിവിടെ വരച്ചിരിക്കുന്ന E എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.